ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പഴയ കരി പിടിച്ചൊരു ഫ്ലാസ്ക് എടുത്തിരിക്കുകയാണ്. ആ ഫ്ലാസ്ക് നമുക്ക് എങ്ങനെ വൃത്തിയാക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് സോഡ എടുത്തിരിക്കുകയാണ്. പ്ലാസ്റ്റിക് സോഡ കൈകൊണ്ട് തൊടാൻ പാടില്ല. അത് നമ്മൾ അതേപടി നമ്മൾ ആ ഫ്ലാസ്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഹീറ്ററിനകത്ത് ചൂടുവെള്ളം പിടിക്കുകയാണ്. ഹീറ്ററിനകത്ത് ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം എടുക്കുക. അത് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് സോഡയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത ശേഷം കുറച്ച് നേരം നമുക്കതിനെ അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റോളം അതിനെ അടച്ച് വെക്കുക. അടച്ച് വെച്ച ശേഷം പിന്നെ അതിനെടുത്ത് മാറ്റാം. ആ വെള്ളത്തെ നമുക്ക് എടുത്ത് കളയാം. അത് കഴിഞ്ഞ ശേഷം ഒരു ബ്രഷ് എടുക്കുക. ബ്രഷും കുറച്ച് സോപ്പ് പൊടിയും യൂസ് ചെയ്ത് അതിനകത്തേക്ക് ഇടുക. ഇട്ട ശേഷം ചെറിയൊരു കമ്പെടുക്കുക. അതിനെ നല്ലപോലെ ഇളക്കുക. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ പുറത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊന്ന് കണ്ടു നോക്കാം. അതിനകത്ത് വേണ്ടി അഴുക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ രീതിയിൽ നമുക്ക് ഫ്ലാസ്ക് നല്ല രീതിയിൽ വൃത്തിയായി കിട്ടും. ഇത് കഴിഞ്ഞുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. എന്തും വേണ്ടി നല്ല രീതിയിലാണ് വൃത്തിയായെന്നുള്ളത് അറിയാൻ പറ്റും. നല്ല രീതിയിൽ തിളക്കം ഉണ്ടാകുന്നതായിരിക്കും. ഫ്ലാസ്ക് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.